ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ എംപിരിക്കൽ വർക്ക് ഇൻ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് എന്താണെന്ന് മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എംപിരിക്കൽ വർക്ക് ഇൻ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. നമുക്ക് ആദ്യം എന്താണ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, അതായത് IIT എന്ന് നോക്കാം. ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്ചേഞ്ച് ഓഫ് സിമിലർ പ്രൊഡക്ട്സ്, അതായത് സിമിലർ പ്രൊഡക്ട്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. അതായത് ബിലോങ്ങിങ് ടു ദ സെയിം ഇൻഡസ്ട്രി, അതായത് സെയിം ഇൻഡസ്ട്രികൾ സിമിലർ പ്രൊഡക്ട്സ് രാജ്യങ്ങൾ തമ്മിൽ ബിറ്റ്വീൻ കൺട്രീസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ IIT എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഫോർ ഇൻസ്റ്റൻസ് എ കൺട്രി മൈറ്റ് എക്സ്പോർട്ട് കാർസ്, അതായത് ഒരു രാജ്യം കാർ എക്സ്പോർട്ട് ചെയ്യുകയാണ്, ഓക്കെ, വൈൽ സൈമുൾട്ടേനിയസ്ലി ഇമ്പോർട്ടിംഗ് കാർസ് ഫ്രം അനദർ കൺട്രി, അതായത് എക്സ്പോർട്ട് ചെയ്യുകയും അതേസമയം മറ്റു രാജ്യത്ത് നിന്ന് കാർ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന, അതായത് സെയിം പ്രൊഡക്റ്റ് ആണ്, സെയിം ഇൻഡസ്ട്രിയാണ്, കാർ ഇൻഡസ്ട്രിയാണ് എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന നോക്കണം. അതായത് ഈ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ട്രേഡ് ചെയ്യുന്നതിനെയാണ് IIT എന്ന് പറയുന്നത്. എംപിരിക്കൽ സ്റ്റഡീസ് ഓൺ IIT ഫോക്കസ് ഓൺ മെഷറിങ്, അതായത് ഈ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നത് ഇത് മെഷർ ചെയ്യുന്നതിന്, എക്സ്പ്ലെയിനിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇറ്റ്സ് പാറ്റേൺ, ഇതൊക്കെ ചെയ്യുന്നതിനാണ് ഈ സ്റ്റഡി നടത്തുന്നത്. പാറ്റേൺസ് ആൻഡ് ഡിറ്റർമിനൻസ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്, അതായത് ഇന്റർനാഷണൽ ട്രേഡിലെ ഈ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നതിനാണ് ഈ സ്റ്റഡി നടത്തുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കീ ഏരിയാസ് നോക്കാം. കീ ഏരിയാസ് ഓഫ് എംപിരിക്കൽ റിസർച്ച് ഇൻ IIT, അതിൽ ഒന്നാമത് മെഷർമെന്റ് ഓഫ് IIT ആണ്. അതായത് ഈ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിനെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതായത് ആദ്യത്തത് ദ ഗ്രൂബൽ ലോഡ് ഇൻഡെക്സ് ആണ്, GLA എന്ന് പറയും. ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ടു മെഷർ ദ എക്സ്റ്റെന്റ് ഓഫ് IIT. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ ട്രേഡ് വിത്തിൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി, ദാറ്റ് ഈസ് ഇൻട്രാ ഇൻഡസ്ട്രി. അതായത് ഒരു പർട്ടിക്കുലർ ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡിൽ ഏർപ്പെടുന്ന ആ ഒരു വോളിയം അളക്കുന്നതാണ് ഈ GLA എന്ന് പറയുന്നത്, റാദർ ദാൻ ഇന്റർ ഇൻഡസ്ട്രി. അതായത് ഇന്റർ ഇൻഡസ്ട്രിനെക്കാട്ടുപരി ഇൻട്രാ ഇൻഡസ്ട്രി, ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഏർപ്പെടുന്ന ഒരു മെഷറാണ് ഈ GLA എന്ന് പറയുന്നത്. പിന്നീട് എംപിരിക്കൽ വർക്ക് ഓഫൺ എക്സാമിൻസ് IIT അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് അഗ്രിഗേഷൻ. ഒരു അഗ്രിഗേഷൻ, അതായത് ഡിഫറെന്റ് ലെവൽ ഓഫ് അഗ്രിഗേഷൻ, ആ ടോട്ടൽ എടുക്കുന്നത് ഡിഫറെന്റ് ലെവൽസ് ആയിട്ടാണ് ഈ സ്റ്റഡി നടത്തുന്നത്. അതിന് സെക്ടർ വൈസ് അതിൻ്റെ ഒരു അഗ്രിഗേഷൻ എടുക്കുന്നു, ഫേം വൈസ് അഗ്രിഗേറ്റ് ചെയ്യുന്നു, ഒരു ടോട്ടൽ എത്ര ട്രേഡ് നടത്തുന്നു എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് വൈസ് ചെയ്യുന്നു. അതൊക്കെ ഉദാഹരണങ്ങളാണ്. ആൻഡ് കമ്പയർസ് റിസൾട്ട്സ് അക്രോസ് കൺട്രീസ് ഓർ റീജിയൻസ്. അതായത് ഈ റിസൾട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ റീജിയനുമായിട്ടോ ഈ ആ ഒരു അഗ്രിഗേറ്റ് കമ്പയർ ചെയ്യുന്നു. ഇനി നമുക്ക് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് തീരുമാനിക്കുന്ന ഘടകങ്ങൾ നോക്കാം. അത് ഡിറ്റർമിനൻസ് ഓഫ് IIT. ഒന്നാമത്തെ എക്കണോമിക് സിമിലാരിറ്റി ആണ്. എന്ന് പറയുന്നത് IIT ഈസ് ഹയർ ബിറ്റ്വീൻ കൺട്രീസ് വിത്ത് സിമിലർ ലെവൽസ് ഓഫ് ഇൻകം ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. അതായത് ഒരേ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, ഒരേ രീതിയിലുള്ള ഇൻകം ഉള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഈ IIT കൂടുതലായിരിക്കും. അതിന്റെ കാരണം ഇതാണ്, ബിക്കോസ് ദേ പ്രൊഡ്യൂസ് ആൻഡ് കൺസ്യൂം സിമിലർ ഗുഡ്സ്. അതായത് ഒരേ രീതിയിലുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രേഡ് നടക്കുന്നത്. ഓക്കെ, അടുത്തത് പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ദ മോർ ഡിഫറൻഷിയേറ്റഡ് ദ പ്രൊഡക്ട്സ് ദ ഹയർ ദ IIT. അതായത് എത്ര പ്രൊഡക്ട്സ് എത്ര ഡിഫറൻഷിയേറ്റഡ് ആണോ അത്രയും കൂടുതൽ IIT നടക്കും. എക്സാമ്പിൾ കാർസ് ഓഫ് വേരിയിങ് ബ്രാൻഡ്സ്, അതായത് പലതരത്തിലുള്ള കാർസ്, പല ബ്രാൻഡുള്ള കാർ ഇതിന് ഉദാഹരണമാണ്. അടുത്ത ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് സൈസ് ആണ്. ലാർജർ മാർക്കറ്റ്സ് ടെൻഡ് ടു ഹാവ് ഹയർ IIT. മാർക്കറ്റ് വലുതാവും തോറും ഈ IITയുടെ ആ വോളിയം കൂടും. കാര്യം എന്താണ്? ഡ്യൂ ടു എക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് ഡൈവേഴ്സ് കൺസ്യൂമർ പ്രിഫറൻസ്. അതായത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ, അതായത് റെഡ്യൂസിംഗ് ദ ആവറേജ് കോസ്റ്റ് ബൈ ഇൻക്രീസിംഗ് ദ ഔട്ട്പുട്ട് കൂടുമ്പോഴത്തേക്ക് അവിടെ ആവറേജ് കോസ്റ്റ് കുറയുന്നു. ആ ഒരു കാരണം കൊണ്ട് കൂടുതൽ IIT നടക്കും. അത് മാത്രമല്ല ഡൈവേഴ്സ് കൺസ്യൂമർ പ്രിഫറൻസ്, അതായത് പല തരത്തിലുള്ള കൺസ്യൂമർ പ്രിഫറൻസും ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ മാർക്കറ്റ് സൈസ് ഉള്ളപ്പോഴത്തേക്ക് കൂടുതൽ IIT നടക്കും. അടുത്ത ട്രേഡ് കോസ്റ്റ് ആണ്. അടുത്ത ഡിറ്റർമിനന്റ് ആണ്. എങ്ങനെയാണ് വരുന്നത്? ലോവർ ടാരിഫ്സ് ആൻഡ് റെഡ്യൂസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് പ്രൊമോട്ട് IIT. അത് ടാരിഫ് കുറവാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും IIT കൂടും, അല്ലെ? അടുത്തത് ജോഗ്രഫിക്കൽ പ്രോക്സിമിറ്റി, അടുത്തടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ, സാമീപ്യമുള്ള രണ്ട് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിലും IIT കൂടുന്നത്. അത് മറ്റൊരു ഡിറ്റർമിനന്റ് ആണ്. എങ്ങനെയാണ്? നെയ്ബറിംഗ് കൺട്രീസ് ഓഫൺ എൻഗേജ് ഇൻ ഹയർ ലെവൽസ് ഓഫ് IIT. ഉദാഹരണത്തിന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് കൂടാൻ സാധ്യതയുണ്ട്. കാര്യം അടുത്തടുത്ത് കിടക്കുന്നുണ്ട്, ജോഗ്രഫിക്കലി അടുത്ത് കിടക്കുന്നുണ്ട്. ലെവൽസ് ഓഫ് IIT ഡ്യൂ ടു ഈസിയർ ട്രേഡ് ലോജിസ്റ്റിക്സ്, അതായത് ട്രേഡ് ലോജിസ്റ്റിക്സ്, അതായത് ആ ട്രാൻസ്പോർട്ടേഷന്റെ സൗകര്യം കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അടുത്തെന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് IIT ആണ്. അതിൽ ഹൊറിസോണ്ടൽ IIT ഉണ്ട്. എന്ന് പറയുന്നത് ട്രേഡ് ഇൻ സിമിലർ ഗുഡ്സ്, ഒരേ ഗുഡ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്, ഓഫ് കമ്പയറബിൾ ക്വാളിറ്റി, കമ്പയർ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റിയിലുള്ള സിമിലർ ഗുഡ്സ് ട്രേഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ IIT. ഇതാണ് ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് കാർ. ഇപ്പൊ കാർ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ ഈ കാർ തന്നെയാണ് എക്സ്പോർട്ടും ഇമ്പോർട്ടും ചെയ്യുന്നത്, ഡിഫറെന്റ് ബ്രാൻഡ്സ് ഓഫ് കാർ ആണെന്നേ ഉള്ളൂ. അതാണ് ഹൊറിസോണ്ടൽ IIT. പിന്നെ വെർട്ടിക്കൽ IIT ഉണ്ട്. ഇത് പറയുന്നത് ട്രേഡ് ഇൻ ഗുഡ്സ് ഓഫ് സെയിം ഇൻഡസ്ട്രി, അതായത് സെയിം ഇൻഡസ്ട്രി തന്നെയാണ് ട്രേഡ് നടത്തുന്നത്, ബട്ട് ഡിഫറെന്റ് ക്വാളിറ്റി ലെവൽസ് ഓർ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. പക്ഷേ ഇത് ക്വാളിറ്റി ലെവൽ ഡിഫറെന്റ് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും.
ഓക്കെ, ഉദാഹരണത്തിന് എക്സാമ്പിൾ എക്സ്പോർട്ടിംഗ് ഹൈ എൻഡ് ഇലക്ട്രോണിക്സ് എക്സ്പോർട്ട് ചെയ്യുന്നു വൈൽ ഇമ്പോർട്ടിംഗ് ലോ എൻഡ് കമ്പോണൻസ്. അപ്പോൾ അവിടെ ക്വാളിറ്റി ഡിഫറൻസ് ആണ് വരുന്നത്. ഇമ്പോർട്ട് ചെയ്യുന്നത് ലോ എൻഡ് കമ്പോണൻസ് ആണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് അതെന്തായി, വെർട്ടിക്കൽ IIT ആയി. ഓക്കെ, എംപിരിക്കൽ സ്റ്റഡീസ് ഓഫൺ ഡിഫറൻഷിയേറ്റ് ദീസ് ടൈപ്സ്. അത് ഈ ഇങ്ങനെയുള്ള വെർട്ടിക്കൽ ഹൊറിസോണ്ടലൊക്കെ യൂഷ്വലി IIT എന്ത് ചെയ്യുന്നു, ഈ സ്റ്റഡീസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺസ് ഇൻ ട്രേഡിലെ ബെറ്റർ പാറ്റേൺസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അടുത്തത് പാറ്റേൺസ് ഇൻ IIT ആണ്. സ്റ്റഡീസ് ഫൈൻഡ് ദാറ്റ് IIT ഈസ് മോർ പ്രിവാലന്റ് ഇൻ ഡെവലപ്ഡ് കൺട്രീസ്. അതായത് കൂടുതലും ഡെവലപ്ഡ് കൺട്രീസ് ആണ് ഈ IIT ഉള്ളത് എന്ന് സ്റ്റഡീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. വിത്ത് സിമിലർ ഇൻഡസ്ട്രി സ്ട്രക്ചർ, അതായത് ഒരേ ഇൻഡസ്ട്രി സ്ട്രക്ചർ ഉള്ള ഡെവലപ്ഡ് കൺട്രീസിലാണ് ഈ IIT കൂടുതലായിട്ടുള്ളത്. എമർജിംഗ് എക്കണോമീസ് ടെൻഡ് ടു ഷോ ലോവർ IIT. എമർജിംഗ് ആയിട്ടുള്ള എക്കണോമിക്സ് ലോവർ ആയിട്ടുള്ള IIT ആണ് ഉണ്ടാകുന്നത്. ബട്ട് മേ എക്സ്പീരിയൻസ് ഗ്രോത്ത് ഇൻ IIT ആസ് ദ ഡെവലപ്പ്. അതായത് എമർജിംഗ് വെച്ചാൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക്സ് രാജ്യങ്ങൾ. അപ്പം അത് ഗ്രോ ചെയ്യുന്നതോടൊപ്പം ഈ IIT ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. IIT ആസ് ദ ഡെവലപ്പ് ആൻഡ് ഇന്റഗ്രേറ്റ് ഇൻ ഗ്ലോബൽ വാല്യൂ ചെയിൻസ്. അത് ഗ്ലോബൽ വാല്യൂ ചെയിനിലേക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, കൂടുതൽ രാജ്യങ്ങളിലേക്ക് ട്രേഡ് നടത്തുന്നു. അടുത്തത് IIT ഇൻ സ്പെസിഫിക് ഇൻഡസ്ട്രീസ് ആണ്. അത് ഇൻഡസ്ട്രി വൈസ് സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. അത് എംപിരിക്കൽ റിസർച്ച് ഓഫൺ ഫോക്കസ് ഓൺ ഇൻഡസ്ട്രീസ് വിത്ത് സിഗ്നിഫിക്കന്റ് IIT. അതായത് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് സിഗ്നിഫിക്കന്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഇത്. അത് സച്ച് ഓട്ടോമേറ്റീവ്സ് സെപ്പറേറ്റ് പഠിക്കുന്നു, ഇലക്ട്രോണിക്സ്, കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അടുത്ത IIT ആൻഡ് ട്രേഡ് എഗ്രിമെന്റ്സ്. ട്രേഡ് എഗ്രിമെന്റ്സ് വരുമ്പോഴത്തേക്ക് അവിടെ IIT കൂടുകയാണ് ചെയ്യുന്നത്. അതായത് സ്റ്റഡീസ് എക്സാമിൻ ഹൗ ട്രേഡ് ലിബറലൈസേഷൻ ആൻഡ് റീജിയണൽ എഗ്രിമെന്റ്സ്. അതായത് ട്രേഡ് ലിബറലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ റീജിയണൽ എഗ്രിമെന്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് IIT കൂടുകയാണ്. ഉദാഹരണം നാഫ്റ്റ എന്ന് വെച്ചാൽ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ് നാഫ്റ്റ എന്ന് പറയുന്നത്. അത് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻസ്, ഈ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡൊക്കെ ലിബറലൈസ് ആണ്. ആ രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് ചെയ്യുന്നതിന് കോട്ട, പിന്നെ എംബാഗോ, അങ്ങനെയുള്ള ടാരിഫ് ഒന്നും ഇല്ല. അപ്പോഴേക്കും അവിടെ IIT കൂടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ IIT ഇൻഫ്ലുവൻസ് IIT. അപ്പം ദീസ് എഗ്രിമെന്റ്സ് ഓഫൺ ഇൻക്രീസ് IIT. അപ്പോൾ ഇതൊക്കെ ഈ എഗ്രിമെന്റ്സ് ഒക്കെ IIT കൂടാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. എങ്ങനെയാണ്? ബൈ റെഡ്യൂസിങ് ട്രേഡ് ബാരിയേഴ്സ്. അവിടെ ട്രേഡ് ബാരിയേഴ്സ് കുറച്ചുകൊണ്ടും ആൻഡ് സ്റ്റാൻഡർഡൈസിങ് റെഗുലേഷൻസ് ഒക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇത് സാധ്യമാകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആൻഡ് ഇൻസൈറ്റ്സ് നോക്കാം. അതിൽ ഒന്നാമത് പോളിസി ഇംപ്ലിക്കേഷൻസ് ആണ്. അതായത് ഹൈ ലെവൽസ് ഓഫ് IIT സജസ്റ്റ് ലെസ് അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ്. അതായത് IIT കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് ലെസ് ആണ്. അതായത് ഇങ്ങനെയുള്ള ട്രേഡ് ലിബറലൈസേഷനിലൂടെ ഉണ്ടാകുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ എംബാർഗോ ഒക്കെ എടുത്ത്, അതായത് ടാരിഫ് ഒക്കെ എടുത്ത് കളഞ്ഞാലും കുഴപ്പമില്ല, അത് ഹൈ IIT ഉള്ളത് കൊണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആസ് ഇൻഡസ്ട്രീസ് സൈമിൾട്ടേനിയസ്ലി എക്സ്പാൻഡ് എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. അതായത് ഇൻഡസ്ട്രികൾ, രണ്ട് രാജ്യങ്ങളിലെ ഇൻഡസ്ട്രീസ് ഒരേ സമയം എക്സ്പോർട്ട് ഇമ്പോർട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, റാദർ ദാൻ ഏതിനുപരി എൻറ്റയർലി ഡിസ്പ്ലേസിംഗ് സെക്ടേഴ്സ്. അതായത് സെക്ടേഴ്സ് ഡിസ്പ്ലേസ് ചെയ്യുന്നതിനുപരി ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് കൂടുമ്പോഴാണ് ഇങ്ങനൊരു കാര്യം നടക്കുന്നത്. അടുത്തത് ഗ്ലോബൽ വാല്യൂ ചെയിൻസ്, GVCs എന്ന് പറയും. എംപിരിക്കൽ സ്റ്റഡീസ് ഷോ IIT ഈസ് ലിങ്ക്ഡ് ടു റൈസ് ഓഫ് GVCs. അപ്പം ഈ GVCയും ഇതുമായിട്ട് IIT ആയിട്ടൊരു ലിങ്ക് ഇവിടെ വരുന്നുണ്ട്. വേർ കൺട്രീസ് ട്രേഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. എങ്ങനെയുള്ള കാര്യത്തിൽ ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? വേർ കൺട്രീസ് ട്രേഡ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്, അതായത് രാജ്യങ്ങൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ട്രേഡ് ചെയ്യുമ്പോഴും ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് നേരത്തെ പറഞ്ഞ പോലുള്ള പല സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഗ്ലോബൽ വാല്യൂ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവിടെയും IIT കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തത് എക്കണോമിക് ഇന്റഗ്രേഷൻ ആണ്. എംപിരിക്കൽ ഫൈൻഡിങ്സ് ഹൈലൈറ്റ് ഹൗ IIT സപ്പോർട്ട്സ് റീജിയണൽ ഇന്റഗ്രേഷൻ. അതായത് ഈ IIT എങ്ങനെയാണ് റീജിയണൽ ഇന്റഗ്രേഷനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഈ എംപിരിക്കൽ ഫൈൻഡിങ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, റിഫ്ലക്റ്റിംഗ് ഡീപ്പർ എക്കണോമിക് ടൈസ്. അതായത് ഇത് റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? ഡീപ്പർ ആയിട്ടുള്ള എക്കണോമിക് ടൈസ് ആണ്, രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ടൈപ്പ് ആണ്. ആൻഡ് സ്പെഷ്യലൈസേഷൻ, അവർ ഓരോ പ്രൊഡക്റ്റിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് ഈ സ്റ്റഡി നേരിടുന്ന വെല്ലുവിളികൾ നോക്കാം. ചാലഞ്ചസ് ഇൻ എംപിരിക്കൽ വർക്ക്. അതിൽ ഒന്നാമത്തെ ഡേറ്റ ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, മെഷറിംഗ് IIT റിക്വയർസ് ഡീറ്റെയിൽഡ് ട്രേഡ് ഡേറ്റ. ഡീറ്റെയിൽ ഉള്ള ട്രേഡ് ഡേറ്റ ഉണ്ടെങ്കിൽ ഈ സ്റ്റഡി നടത്താൻ പറ്റൂ. ഓഫൺ അൺഅവൈലബിൾ ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ് ഓർ സ്പെസിഫിക് സെക്ടേഴ്സ്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടേഴ്സിനോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിനോ ഈ ഡേറ്റ പലപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. അതൊരു വെല്ലുവിളിയാണ്. അടുത്തത് അഗ്രിഗേഷൻ ബയാസ് ഉണ്ട്, ചായ്വ്. ഇപ്പൊ എത്ര ഭാഗമാണ് ബിഗ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ എടുക്കേണ്ടത്, ഏതൊക്കെയാണ് നാരോ ആയിട്ടുള്ള കേസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതായത് IIT മെഷേഴ്സ് ഡിപ്പെൻഡ് ഓൺ ദ ലെവൽ ഓഫ് ഡേറ്റ അഗ്രിഗേഷൻ. അതായത് ഈ മെഷർ പ്രത്യേകിച്ചും ഈ
ഡേറ്റ അഗ്രിഗേഷന്റെ ലെവലിനാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഓക്കെ, വിത്ത് റിസൾട്ട്സ് വേരിയിങ് സിഗ്നിഫിക്കൻ്റ്ലി ബിറ്റ്വീൻ ബ്രോഡ് ആൻഡ് നാരോ ക്ലാസിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ്, നാരോ ക്ലാസിഫിക്കേഷൻ ഏതാണ്. അപ്പോൾ ഇതിലൊക്കെ വേരിയേഷൻ വരുമ്പോഴത്തേക്ക് ആ ഒരു അഗ്രിഗേഷനിൽ വ്യത്യാസം വരും. അത് ഈ സ്റ്റഡി നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അടുത്തത് കാഷ്വൽ റിലേഷൻഷിപ്സ് ആണ്. വൈൽ എംപിരിക്കൽ സ്റ്റഡീസ് ഐഡന്റിഫൈ കോറിലേഷൻസ്, അതായത് ഈ എംപിരിക്കൽ സ്റ്റഡീസ് കോറിലേഷൻസ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് മനസ്സിലാക്കുമ്പോഴത്തേക്ക്, അതായത് കോറിലേഷൻ എന്ന് പറയുന്നത് ഉദാഹരണം ബിറ്റ്വീൻ ഇൻകം ലെവൽസ് ആൻഡ് IIT ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്, പിന്നെ ഇൻകം ലെവൽ, ഇതൊക്കെ കോറിലേഷൻസ് ആണ്. ഇത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഈ കാഷ്വേഷൻ, അതായത് കാഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒന്നാണ്. എസ്റ്റാബ്ലിഷിംഗ് കാഷ്വേഷൻ ഈസ് ചലഞ്ചിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.